ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. ദേശീയ വനിതാ ദിനം എന്നാണ് ഫെബ്രുവരി 13 സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി ആഘോഷിക്കുന്നത് ഫെബ്രുവരി 13. അന്തർദേശീയ വനിതാ ദിനം മാർച്ച് 8. അന്തർദേശീയ വനിതാ ദിനം എന്നാണ് മാർച്ച് 8. 2025 അന്തർദേശീയ വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നാണ്. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നാണ്. 2026 തീം എന്താണ്? ഗിവ് ടു ഗെയിൻ എന്നാണ്. ഗിവ് ടു ഗെയിൻ, നേട്ടം നൽകുക എന്നതാണ് 2026 ഇൻ്റർനാഷണൽ വുമൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വിതരണം വേഗതയിലാക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ വെബ് പോർട്ടലാണ് രാജ്മാർഗ് പ്രവേശ് 2.0. അപ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വിതരണം വേഗതയിലാക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ വെബ് പോർട്ടലിൻ്റെ പേരെന്താണ്? രാജ്മാർഗ് പ്രവേശ് 2.0 എന്നാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? VP സാനു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP സാനു. 2026 മാർച്ചിൽ നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 15. ഇപ്പോൾ 2026 മാർച്ചിൽ നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 15. ഒന്നാം സ്ഥാനം നേടിയത് ഒഡീഷ, ഗോവ, ജാർഖണ്ഡ്, ഗുജറാത്താണ്. BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായതാരാണ്? ശുഭ്മാൻ ഗിൽ. വിദ്യാർത്ഥികളെ മികച്ച പൗരന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ചുവട്. വിദ്യാർത്ഥികളെ മികച്ച പൗരന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ചുവട്. ഇന്ത്യയുടെ എത്രാമത് സെൻസസ് ആണ് 2027 നടക്കുന്നത്? 16. ഇന്ത്യയുടെ എത്രാമത് സെൻസസ് ആണ് 2027 നടക്കുന്നത്? 16. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. 2027 നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി ജനീവയാണ്. 2027 നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി